ലീഗ് നേതാവ് ടി.പി. അഷ്റഫ് അലി കൂടി ഈ ഘട്ടത്തിൽ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ അഷ്റഫ് അലി, കുഞ്ഞാലിക്കുട്ടി ഏതാണ്ട് ജയത്തോടടുത്തിരിക്കുന്നു. ഔദ്യോഗികമായ പ്രഖ്യാപനം മാത്രമാണ് ഇനി ബാക്കി വേണ്ടത് എന്ന ഘട്ടത്തിലേക്ക് വരെ എത്തിയിരിക്കുന്നു. 1,69,715 വോട്ടിന്റെ ഭൂരിപക്ഷം MB ഫൈസലിനേക്കാൾ കൂടുതൽ കുഞ്ഞാലിക്കുട്ടിക്ക് ലഭിച്ചിരിക്കുന്നു. അപ്പോഴും ഒരു കാര്യമുള്ളത്, 194 കടക്കുമോ എന്ന സംശയവും ഉയരുന്നു. എങ്ങനെ കാണാം ഇതിനെ ലീഗിന്? വളരെ കൃത്യമാണ് തിരഞ്ഞെടുപ്പിൻ്റെ ഫലസൂചനകൾ. മലപ്പുറത്തെ വോട്ടർമാർ എത്രത്തോളം മതേതരമായി ചിന്തിക്കുന്നു, ഇന്ത്യയുടെ മതേതര ഭാവിയിൽ എത്രത്തോളം പ്രതീക്ഷയോടുകൂടിയാണ് അവർ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് എന്നുള്ളത് വ്യക്തമാക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ചിത്രമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കേന്ദ്രം ഭരിക്കുന്ന BJPയുടെ വർഗീയ നിലപാടുകൾക്കെതിരെ അതിശക്തമായ പ്രതിരോധം തീർക്കുന്ന കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ നിന്ന് അതിൻ്റെ ഏറ്റവും ഫോർഫ്രണ്ടിൽ നിൽക്കാൻ മലപ്പുറത്തെ വോട്ടർമാർക്ക് സാധിച്ചു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയായി കാണുന്നത്. അതോടൊപ്പം തന്നെ കേരളത്തിലെ കഴിഞ്ഞ 10-11 മാസക്കാലമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവൃത്തിയിൽ അസംതൃപ്തരായ ഇടതുപക്ഷക്കാരായ ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ തെരഞ്ഞെടുപ്പിൽ UDFന് വോട്ട് ചെയ്തു എന്നുള്ളതാണ്. LDF ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ പോലും 2000-നും 3000-നും ലീഡ് ചെയ്തുകൊണ്ട് UDF ഈ ഒരു വലിയ ലീഡിലേക്ക് എത്തിയിരിക്കുന്നത്. തീർച്ചയായും ഇത് ഈ രണ്ട് സർക്കാരുകൾക്കെതിരെയുള്ള അതിശക്തമായ ഒരു വിധിയെഴുത്താണ്. അതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടത്, ഇവിടെ വലിയ വായിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന BJP നേതാവിന് മലപ്പുറത്ത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ കിട്ടിയ വോട്ടിൻ്റെ അടുത്തേക്ക് അവർക്ക് എത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളത്. 1,20,000 ഞങ്ങൾ കടക്കും എന്നൊക്കെയുള്ള വലിയ വീമ്പ് പറഞ്ഞുകൊണ്ടായിരുന്നു മലപ്പുറത്ത് BJPയുടെ പ്രചരണം ഉണ്ടായിരുന്നത്. കൃത്യമായി BJPയെ എവിടെ നിർത്തണമെന്ന് മലപ്പുറത്തെ ജനങ്ങൾ തീരുമാനിച്ചതിൻ്റെ ഏറ്റവും നല്ല ഒരു തിരഞ്ഞെടുപ്പ് ഫലമായിട്ട് കൂടിയാണ് ഈ തിരഞ്ഞെടുപ്പിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ മതേതര ചേരിക്ക്, ഇന്ത്യയിലെ ദളിത് പിന്നാക്ക ജനവിഭാഗങ്ങളുടെ ശാക്തിക മുന്നണിക്ക് വലിയ കരുത്തു പകരുന്ന ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഫലമാണ് വരുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ആ മതേതര ചേരി രാജ്യത്തെ വർഗീയ ഫാസിസ്റ്റ് ശക്തികളെ തൂത്തെറിയും എന്ന് പറയുന്ന രൂപത്തിലേക്കുള്ള അതിന് വലിയ ഒരു പിന്തുണ നൽകുന്ന ഉപതെരഞ്ഞെടുപ്പ് റിസൾട്ടാണ് മലപ്പുറത്ത് വന്നിട്ടുള്ളത്. തീർച്ചയായും ഒരുപക്ഷെ 35,000 വോട്ടുകൾ മാത്രമാണ് ഇനി എണ്ണാനുള്ളത്. അതായത് ഏതാണ്ട് ഉറപ്പിക്കാം എന്ന ഘട്ടത്തിലേക്ക് ഇപ്പോഴുള്ള ഫലസൂചനയിൽ നിന്ന് ഒരട്ടിമറിയും ഒരു മേഖലയിലും ഒരു ഘട്ടത്തിലും എങ്ങനെയും ഉണ്ടാകില്ല എന്നതിൻ്റെ സൂചന. 35,000 വോട്ടുകൾ മാത്രമാണ് ഇനി ഏതാണ്ട് എണ്ണാനുള്ളത്. 7 മണ്ഡലത്തിലെ വോട്ടുകൾ 1175 ബൂത്തുകളിലെ മെഷീനുകൾ കുത്തിയപ്പോൾ കിട്ടിയ വിവരങ്ങളാണ്. ഇനി 35,000 വോട്ടുകൾ മാത്രമാണ് എണ്ണാനുള്ളത്. എങ്ങനെയുള്ളപ്പോൾ 1,70,462 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ UDF സ്ഥാനാർത്ഥി PK കുഞ്ഞാലിക്കുട്ടി മുന്നിട്ട് നിൽക്കുന്നു എന്ന യാഥാർത്ഥ്യമാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ കുഞ്ഞാലിക്കുട്ടി സ്വന്തമാക്കിയ വോട്ട് 5,660,000 വോട്ടുകളാണ് IUML ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് PK കുഞ്ഞാലിക്കുട്ടി UDF നേടിയിരിക്കുന്നത്. LDF CPIM MB ഫൈസൽ നേടിയിരിക്കുന്നത് 3,30,277 വോട്ടുകളുമായി രണ്ടാം സ്ഥാനത്താണ്. ഇവിടെയാണ് NDA സ്ഥാനാർത്ഥി N ശ്രീപ്രകാശ് BJP 64,092 വോട്ടിൽ ഒടുവിൽ അങ്ങനെ 64,000 എന്ന ആ സംഖ്യയിലേക്കെങ്കിലും എത്താൻ BJPക്ക് ഇപ്പോൾ ആയി എന്നുള്ളതാണ്. ശ്രീ ഗോവിന്ദൻ മാസ്റ്റർ, ഒരു പക്ഷേ ഇങ്ങനെ കാണാം ഇതിനെ. 2 ആംഗിളുകളുണ്ട് ഇവിടെ. അതായത് ഒന്ന്, LDF ഉയർത്തിയിരുന്ന വലിയ വിമർശനങ്ങൾ, കേന്ദ്ര സർക്കാരിനെതിരായ വിമർശനങ്ങളെ, ഫാസിസ്റ്റ് ശക്തികൾക്കെതിരായ വിമർശനങ്ങളെ, അതിൻ്റെ ഏറ്റവും വലിയ ദോഷഫലത്തിൽ നിൽക്കുന്ന ജനവിഭാഗത്തെ അത് ബോധ്യപ്പെടുത്താനായില്ല എന്നതിൻ്റെ ഒരു പരാജയമുള്ളപ്പോൾ തന്നെ BJPയുടെ വോട്ട് കുറയുന്നു എന്ന വലിയ ഒരു കാര്യം ഇവിടെ സംഭവിച്ചിരിക്കുന്നു. ഒപ്പം UDF സ്ഥാനാർത്ഥിയുടെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലുള്ള കുറവും പരിശോധിക്കേണ്ടതാണ്. അങ്ങനെയുള്ള ഒരു ആംഗിൾ കൂടി ഇതിനല്ലേ ഈ തെരഞ്ഞെടുപ്പ്? ഇവിടെ 2 കാര്യം ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വർഗീയ പ്രീണന നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് മുസ്ലിം ലീഗിന് UDF എന്ന് പറഞ്ഞാൽ അതിൽ യഥാർത്ഥത്തിൽ മലപ്പുറത്ത് കുറേ UDF ഒന്നും മതിയായിട്ടില്ല, ലീഗ് തന്നെയാണ്. മുസ്ലിം ലീഗിന് വലിയ നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്നത് എന്നാണ് ശ്രീ പത്മകുമാർ പറയുന്നത്. ആ പറയുന്നതിന് ഞാൻ നേരത്തെ തന്നെ മറുപടി പറഞ്ഞു.
വർഗീയ ധ്രുവീകരണത്തിലേക്ക് കാര്യങ്ങൾ നീക്കാൻ വേണ്ടി ഒരു ഭാഗത്ത് ഹിന്ദു വർഗീയവാദവും മറുഭാഗത്ത് മുസ്ലിം വർഗീയവാദവും ന്യൂനപക്ഷ വർഗീയവാദവും നല്ലതുപോലെ ശ്രമിച്ചിട്ടുണ്ട്. അത് ഒരു ഭാഗത്ത് UDF വേറൊരു ഭാഗത്ത് BJP ഉപയോഗിച്ചിട്ടുണ്ട്. ഇതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഇവിടെ ചാമക്കാൽ പറഞ്ഞതുപോലെ ഞങ്ങളാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വർഗീയതയ്ക്കെതിരായിട്ട് പ്രതിരോധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷി എന്ന് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഞാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ എന്നിട്ട് ഉത്തരേന്ത്യയിൽ നടന്ന അല്ലെങ്കിൽ ഈ 5 സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. ഗോവ, മണിപ്പൂർ 2 സംസ്ഥാനത്തിലും യഥാർത്ഥത്തിൽ രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷമില്ലെങ്കിലും ഒന്നാമത്തെ പാർട്ടി കോൺഗ്രസ് ആയിരുന്നു. ആ കോൺഗ്രസ്സിന് എന്താ സംഭവിച്ചത്? ഗവൺമെൻറ് രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിക്കാൻ പോലും സാധിക്കാതെ ആരാണോ ഗോവ മുഖ്യമന്ത്രിയായിട്ട് കോൺഗ്രസ് കണ്ടത്, ആ കണ്ട കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയാവേണ്ടുന്നയാൾ BJPയിലേക്ക് ചേർന്ന ചിത്രമാണ് നമ്മൾ കണ്ടത്. ഇതെല്ലാം മുൻകൂട്ടി മനസ്സിലാക്കിയിട്ടാണ് ശ്രീ AK ആന്റണി പറഞ്ഞത്, ഇന്ന് പകൽ കാണുന്ന കോൺഗ്രസ് രാത്രിയാവുമ്പോൾ BJP ആവുന്ന ചിത്രമുണ്ട്, നമ്മുടെ കാലിൻ്റെ അടിയിലുള്ള മണ്ണിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ചിത്രം 4 ദിവസം മുമ്പ് കേരളം മുഴുവൻ ചർച്ച ചെയ്തു. കേരളത്തിലെ പ്രമുഖരായ 4 കോൺഗ്രസ് നേതാക്കൾ BJPയിലേക്ക് ചേരാൻ പോവുകയാണ് എന്നാണ്. മണ്ഡലം പ്രസിഡന്റ് മുതൽ കോൺഗ്രസിൻ്റെ ഉന്നത നേതൃത്വത്തിലുള്ള MPമാരുൾപ്പെടെ കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വം ഉൾപ്പെടെ ആര് പോവില്ല, ആരാണ് പോവുക എന്നതിനെപ്പറ്റി കോൺഗ്രസിൻ്റെ വർക്കിംഗ് ഇപ്പോഴത്തെ പ്രസിഡന്റ് ശ്രീ MM ഹാസൻ ഉൾപ്പെടെ ഉത്കണ്ഠപ്പെടുകയാണ്. ശശി തരൂരിനോട് പോകാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പോവില്ല എന്ന് സമ്മതിച്ചിട്ടുണ്ട് എന്ന് പത്രസമ്മേളനത്തിൽ നേരിട്ട് പറയുന്നത് ഞാൻ കണ്ടതാണ്. ഇതാണ് കോൺഗ്രസിൻ്റെ ഒരു അവസ്ഥ. വർഗീയതയെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള അഖിലേന്ത്യാടിസ്ഥാനത്തിലുള്ളൊരു പാർട്ടിയല്ല കോൺഗ്രസ്. കോൺഗ്രസ്സിന് യഥാർത്ഥത്തിൽ AK ആന്റണി പറഞ്ഞതുപോലെ ഇന്നത്തെ BJP എന്ന് പറയുന്നത് ഇന്നലത്തെ കോൺഗ്രസ് ആണ്. അതാണ് കാതലായ വിമർശനം ഈ ഘട്ടത്തിൽ കൂടുതൽ പ്രസക്തമാകുന്നു എന്ന് ശ്രീ ഗോവിന്ദൻ മാസ്റ്റർ തന്നെ പറയുന്നു. അതായത് രാവിലെ BJP രാത്രി കോൺഗ്രസ്, അല്ലെങ്കിൽ രാത്രി BJP രാവിലെ കോൺഗ്രസ് എന്നതിലേക്ക് AK ആന്റണിയുടെ തന്നെ വിമർശനത്തിന്റെ പശ്ചാത്തലത്തിലുള്ള രാഷ്ട്രീയ പരിശോധന. ഇൻഫർമേഷൻ, ഏറ്റവും പുതിയ ഇൻഫർമേഷൻ, ഇനി 25,000 വോട്ടുകളാണ് എണ്ണാനുള്ളത്. TP അഷ്റഫ് അലി 25,000 വോട്ടുകളാണ് ഇനി എണ്ണാനുള്ളത്. 23,000 വോട്ടുകൾ ഒറ്റയ്ക്ക് ഒന്നിച്ച് കുഞ്ഞാലിക്കുട്ടി സ്വന്തമാക്കിയാൽ മാത്രമേ നേരത്തെ ഉള്ള അഹമ്മദ് സാഹിബിന്റെ ഭൂരിപക്ഷത്തെ മറികടക്കാനാകൂ. അങ്ങനെ സാധിക്കുമോ നിങ്ങൾക്ക്? ഇവിടെ PK കുഞ്ഞാലിക്കുട്ടി മത്സരിക്കുന്നത് അഹമ്മദ് സാഹിബിന്റെ ഭൂരിപക്ഷത്തോടല്ല. അഹമ്മദ് സാഹിബിന്റെ ഭൂരിപക്ഷത്തെ മറികടന്നാൽ മാത്രമേ വിജയമുള്ളൂ എന്ന അർത്ഥത്തിലുള്ള വിശകലനങ്ങൾ ശരിയല്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരിക്കലുമില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 4,36,000 വോട്ടാണ് അഹമ്മദ് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയത്. കുഞ്ഞാലിക്കുട്ടി അത് 5 ലക്ഷത്തിന് പുറത്തേക്ക് കവിഞ്ഞു. കൃത്യമായ കണക്ക് ഞാനിപ്പോൾ നോക്കിയിട്ടില്ല. 5 ലക്ഷത്തിന് പുറത്ത് കവിഞ്ഞു. മാത്രവുമല്ല 1,18,000 എന്ന് പറയുന്ന നിയമസഭയിലെ 2016 നിയമസഭയിൽ ഈ 7 നിയമസഭാ മണ്ഡലങ്ങളിലും കൂടി ലഭിച്ച വോട്ട് ഭൂരിപക്ഷം അത് ഏകദേശം 1,74,000 എന്ന് വെച്ചാൽ 60,000-ഓളം വരുന്ന. അല്ലല്ല, സംസ്ഥാന തെരഞ്ഞെടുപ്പിനെ ഈ പരിപ്രേക്ഷ്യത്തിൽ, ലോക്സഭാ പരിപ്രേക്ഷ്യത്തിൽ കാണുന്നത് ശരിയല്ല. ശരിയാണ്, 1,18,000 വോട്ടുകൾ ഭൂരിപക്ഷമുണ്ട്. പക്ഷേ ഇവിടെ കാണേണ്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തന്നെയാണ്. അല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തന്നെയാണ് എന്ന് പറഞ്ഞാൽ തന്നെ വോട്ടിൽ എത്ര വർധനവുണ്ടായി? 4,36,000 ലഭിച്ച അഹമ്മദിന്റെ വോട്ടെടുപ്പിൽ നിന്നും ഇപ്പോൾ വന്നത് 5,10,000 മുകളിലേക്ക് വോട്ട് വന്നു. എത്ര വർധനവുണ്ടായി? അത് കൂട്ടിയാലും എങ്ങനെ കൂട്ടിയാലും വോട്ട് വർദ്ധിച്ചു എന്നുള്ളതും 1,74,000 ഭൂരിപക്ഷം എത്തിയിരിക്കുന്നു എന്നുള്ളതും അംഗീകരിക്കേണ്ട യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പോൾ അഷ്റഫ് അലി അംഗീകരിക്കേണ്ട ഒരു യാഥാർത്ഥ്യം ഞങ്ങൾക്ക് പറഞ്ഞു തരൂ. അതായത് 1,94,000 എന്ന അഹമ്മദ് സാഹിബിന്റെ ഭൂരിപക്ഷത്തെ മറികടക്കാൻ PK കുഞ്ഞാലിക്കുട്ടിക്ക് ആകാത്തത് എന്തുകൊണ്ട്?
അല്ല, അതിന് ഒരുപാട് ഘടകങ്ങളുണ്ട്. ഇടതുപക്ഷത്തിന്റെ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലെ അതല്ലെങ്കിൽ മഞ്ചേരി ലോക്സഭാ മണ്ഡലത്തിലെ ഒരു വോട്ടിംഗ് ഷെയർ കഴിഞ്ഞ കാലങ്ങളിലേക്ക് നമ്മൾ പരിശോധിച്ചാൽ 30% മുകളിലാണ്. 34-30% എല്ലാ കാലഘട്ടങ്ങളിലും ഇടതുപക്ഷം ലഭിച്ചിട്ടുള്ളത്. അത് PK സൈനബയെ പോലെ വളരെ ദുർബലയായ ഒരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കുക വഴി 28% ചുരുങ്ങി വന്നു. എന്ന് വെച്ചാൽ പാരമ്പര്യമായി ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്ന ഇടതുപക്ഷ അനുകൂലികളായ ആളുകൾ പോലും വോട്ട് ചെയ്തില്ല. തനിക്ക് വോട്ട് ലഭിക്കുന്നതിന് വേണ്ടി മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ചെന്ന് തട്ടമിടുകയും മാർക്സിസ്റ്റ് ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ചെന്ന് തട്ടമഴിക്കുകയും ചെയ്യുന്ന PK സൈനബയുടെ ആ ദിമുഖം കൃത്യമായി ജനങ്ങൾ മനസ്സിലാക്കുകയും അവർ മലപ്പുറത്തെ ജനങ്ങൾക്കിടയിൽ നിന്ന് ഏറെ തമസ്കരിക്കപ്പെടുകയും ചെയ്തു. അത് ഇടതുപക്ഷത്തിന്റെ അനുകൂലമായ സ്ഥലങ്ങളിൽ പോലും വന്ന് യാഥാർത്ഥ്യമായതാണ്. അല്ല, യുക്തിഭദ്രമാകുന്നില്ല അഷ്റഫ് അലി, യുക്തിഭദ്രമാകുന്നില്ല ഈ ഘട്ടത്തിൽ. അതായത് 23,000 വോട്ടുകൾ മാത്രമാണ്, അല്ല 25,000 വോട്ടുകൾ മാത്രമാണ് ഇനി എണ്ണാനുള്ളത്. ശ്രീ ഉഴവൂർ വിജയൻ അവിടെ സജീവമായി പ്രസംഗിച്ച ഒരാൾ കൂടിയാണ്, പ്രചരണത്തിൽ നേരിട്ട് പങ്കെടുത്ത ഒരാളാണ് സജീവമായി ഉഴവൂർ വിജയൻ. അങ്ങനെയാണെങ്കിൽ ഉഴവൂർ വിജയൻ, എൻ്റെ സംശയം 82,500 പുതിയ വോട്ടർമാരുണ്ടായി. മലപ്പുറത്ത് ലീഗിനെ അനുകൂലിക്കുന്ന വർഗീയ കക്ഷികളായ SDPIയും പിന്നെ വെൽഫെയർ പാർട്ടിയും ഇത്തവണ തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തില്ല. അവർ നേരിട്ട് കുഞ്ഞാലിക്കുട്ടിക്ക് അനുഗുണമായി നിൽക്കുമെന്ന സൂചനകളാണ് ഒരുപക്ഷെ പുറത്തും വന്നത്. ഇത്രയേറെ സാഹചര്യം ഉണ്ടായിട്ടും അഹമ്മദിനെക്കാളും ശക്തനായ PK കുഞ്ഞാലിക്കുട്ടി എന്ന അധികായൻ വന്നിട്ട് പോലും എന്തുകൊണ്ട് അഹമ്മദിന്റെ ഭൂരിപക്ഷത്തിലേക്ക് എത്താനായില്ല എന്നത് ഇവിടെ ചർച്ച ചെയ്യേണ്ട വിഷയമാണോ ഉഴവൂർ? ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അമിത്ഷാ ചോദിച്ചു, ഞാൻ അവിടെ പ്രചരണത്തിന് വളരെയധികം പോയി, എന്നിട്ടും ഇങ്ങനെ വന്നു എന്നുള്ളതിനെക്കുറിച്ചൊരു ചോദ്യം നേരത്തെ ചോദിക്കുകയുണ്ടായി. ഇപ്പോൾ ഞാൻ പറയുന്നു, ഞങ്ങളവിടെ ആ തരത്തിലുള്ള പ്രചരണം നടത്തിയതുകൊണ്ടാണ് ഇന്നത്തെ സാഹചര്യത്തിൽ ഇവിടെ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ മുസ്ലിം ലീഗ് അല്ലാതെ ഇപ്പോൾ UDF എന്ന് അവർ എടുത്തെടുത്ത് പറയുന്നുണ്ട്. പക്ഷേ മാണി UDF ആയിരുന്നോ? അല്ലല്ലോ. കുഞ്ഞാലിക്കുട്ടിയോടുള്ള വ്യക്തിപരമായ സ്നേഹം കൊണ്ട് അദ്ദേഹം അവിടെ എത്തിച്ചേർന്നതായിരുന്നു. അതുകൊണ്ട് UDF എന്ന് മൊത്തത്തിൽ പറയാൻ പറ്റില്ല. UDFിൻ്റെ കഷണത്തോടൊപ്പം മറ്റു ചില കഷണങ്ങൾ കൂടി ഒന്നിച്ചു ചേർന്നുള്ള എന്തു മുന്നണി എന്ന് പറയാൻ പറ്റിയല്ല. കോൺഗ്രസും മാണിയും ലീഗും വേണമെങ്കിൽ കോമാളി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു പ്രത്യേക മുന്നണിയാണ് അവിടെ മത്സരിച്ചത് എന്നാണ് ഞാൻ കരുതുന്നത്. അല്ലാതെ UDF എന്നുള്ള നിലയിൽ അത് ഞാൻ കണക്കാക്കാൻ പറ്റില്ല. ഏതായാലും ജയിച്ചത് തന്നെയാണ്, അതിനെ എതിർക്കുന്നില്ല. പക്ഷെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതുപോലെ അദ്ദേഹം വല്ലപ്പോഴുമൊക്കെ ഇങ്ങനെ പറയാറുള്ളൂ. അദ്ദേഹം പറഞ്ഞു അവിടെ UDFും തോറ്റിട്ടില്ല, LDFും തോറ്റിട്ടില്ല. അതായത് ഉഴവൂർ ഈ ഘട്ടത്തിൽ പറയേണ്ട വലിയൊരു ഇൻഫർമേഷൻ 1,70,000 കുറഞ്ഞിരിക്കുന്നു ഭൂരിപക്ഷം എന്നതാണ്. 69 വീണ്ടും 1,69,000 വീണ്ടും. കുഞ്ഞാലിക്കുട്ടിയുടെ ഭൂരിപക്ഷം കുറഞ്ഞിരിക്കുന്നു. വളരെ ചർച്ച ചെയ്യേണ്ടതാണ്. കുഞ്ഞാലിക്കുട്ടിയെ പോലെ ഇത്രയേറെ അധികായനായ ഒരു വ്യക്തി ഇനി ഏതാണ്ട് 23,000 വോട്ടുകൾ മാത്രമാണ് എണ്ണാനുള്ളത്. 7 മണ്ഡലത്തിലെയും ഏതാണ്ട് പൂർത്തിയായിരിക്കുന്നു. 5 മണ്ഡലത്തിലെ മാത്രമാണ് ഇനിയുള്ളത്. വേങ്ങരയിലെയും മലപ്പുറത്തെയും ഏതാണ്ട് പൂർണ്ണമായും പൂർത്തിയായിരിക്കുന്നു. ഇനി 5 മണ്ഡലങ്ങൾ മാത്രമാണ് ബാക്കി. ആകെ 23,000 വോട്ടുകളെ എണ്ണാനുള്ളൂ. ഈ ഘട്ടത്തിൽ കുഞ്ഞാലിക്കുട്ടിയുടെ ഭൂരിപക്ഷം 1,69,000 ചുരുങ്ങിയിരിക്കുന്നു. SR ശക്തിധരൻ വളരെ ഗൗരവമായ കാര്യം ഒരുപക്ഷെ നമ്മളെ ഈ ന്യൂസ് റൂമിലിരുത്തി അത്ഭുതപ്പെടുത്തുകയാണ്. കാരണം മലപ്പുറത്തെ പോലെ ഒരു മണ്ഡലം, അഹമ്മദ് തുടർച്ചയായി 2 തവണ ജയിച്ചു വന്ന ഒരു മണ്ഡലം, അവിടെയാണ് ഇങ്ങനെ ഒരു അട്ടിമറി സാധ്യമായിരിക്കുന്നത്. അതെങ്ങനെ? അത് അത്ഭുതപ്പെടുത്തുന്നു. അല്ല, ഇവിടെ വളരെ സജീവമായ രാഷ്ട്രീയ പ്രചരണമാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ഉണ്ടാകുക എന്നുള്ളത് സ്വാഭാവികമാണ്. അതുകൊണ്ടാണല്ലോ ഇത്രയേറെ വോട്ട് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ LDFന് വന്നിട്ടുള്ളത്. LDF ആ മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ള രാഷ്ട്രീയ പ്രചരണത്തിന് അതിൻ്റേതായ ഫലം 5 പൂർത്തിയായിരിക്കുന്നു. CSRS കൺഫർമേഷൻ കൂടി ഈ ഘട്ടത്തിൽ ജനങ്ങൾക്ക് പാസ് ചെയ്യേണ്ടതുണ്ട്. 5 വോട്ടെണ്ണൽ പൂർത്തിയായിരിക്കുന്നു. വേങ്ങര, മലപ്പുറം അടക്കം 5 വോട്ടെണ്ണലാണ് പൂർത്തിയായിരിക്കുന്നത്. ഇനി കൊണ്ടോട്ടിയും മങ്കടയും മാത്രമാണ് വോട്ടെണ്ണാനുള്ളത്. മങ്കടയിൽ കഴിഞ്ഞ തവണ
മഞ്ഞളാംകുഴി അലി വളരെ നേരിയ രീതിയിലാണ് കടന്നുപോയത്. അങ്ങനെയാണെങ്കിൽ കൊണ്ടോട്ടി മണ്ഡലം, കൊണ്ടോട്ടി ആദ്യഘട്ടത്തിലൊക്കെ LDF അനുകൂലമായി നിന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ എണ്ണിയതിൽ. അങ്ങനെ നോക്കുമ്പോൾ ഇനിയും ഭൂരിപക്ഷം കുറയാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ അതിൽ അട്ടിമറിയുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യേണ്ടതാണ്. കുഞ്ഞാലിക്കുട്ടിയുടെ ഭൂരിപക്ഷം കുറഞ്ഞിരിക്കുന്നു. അല്ല, കുഞ്ഞാലിക്കുട്ടിയുടെ ഭൂരിപക്ഷം ഇനിയും കുറച്ചുകൂടി കുറഞ്ഞാൽ അതിനകത്ത് വലിയ അത്ഭുതമൊന്നുമില്ല. കാരണം അത് സംഭവിക്കാവുന്നതാണ്. അവർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, തെരഞ്ഞെടുപ്പിന് ബലം വരുന്നതിന് 2 ദിവസം മുമ്പ് തന്നെ കേരളത്തിലെ UDF പിന്താങ്ങുന്ന പത്രങ്ങളും അവരുടെ ചാനലുകളുമൊക്കെ കുഞ്ഞാലിക്കുട്ടിക്ക് മറ്റേ അഹമ്മദ് സാഹിബിന് കിട്ടിയ ആ ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ കഴിയില്ല എന്നുള്ള നിഗമനത്തിലും കാൽക്കുലേഷൻ. എന്തുകൊണ്ടായിരിക്കും കുഞ്ഞാലിക്കുട്ടിക്ക് അഹമ്മദിന്റെ ഭൂരിപക്ഷത്തിലേക്ക് എത്താനാകാത്തത്? എന്തുകൊണ്ടായിരിക്കും സാർ? രാഷ്ട്രീയ സാഹചര്യങ്ങൾ അവർക്കെതിരായിരുന്നു. ഈ ഭരണകൂടത്തിൻ്റെ ഈ കഴിഞ്ഞ 10 മാസക്കാലത്തെ ഭരണത്തെക്കുറിച്ച് ഇവരെന്തെല്ലാം തരികിട പറഞ്ഞാലും ശരി, ആ ഭരണം ഈ രാജ്യത്തിലെ ജനങ്ങൾക്കുണ്ടാക്കിയിട്ടുള്ള നേട്ടങ്ങളുണ്ട്. അത് പ്രത്യേകിച്ചും ആ ജില്ലകളിൽ, ആ മണ്ഡലങ്ങളിലാണ്. അവിടുത്തെ പാവപ്പെട്ട മുസ്ലിം സ്ത്രീകൾക്ക് അവരുടെ വീടുകളിൽ കൊണ്ടുപോയി അവരുടെ പൈസ കൊണ്ടു കൊടുക്കുന്നൊരു സമ്പ്രദായം രാജ്യത്ത് ആദ്യമായിട്ടുണ്ടായില്ലേ? ഇതൊക്കെ മാറ്റമല്ലാന്ന് ഇവർക്ക് ഇവിടെ ഇരുന്ന് പറയാം. ഇവർക്ക് വേണ്ടി കൊഴലൂത്ത് നടത്തുന്ന കുറേ പത്രങ്ങൾക്ക് കുറേ പീഡനം ഓരോ പേജായിരുന്നു ഇലക്ഷൻ കഴിയുന്നതിൻ്റെ ഇലക്ഷൻ്റെ പ്രചരണം അവസാനിക്കുന്നതിൻ്റെ 2 ദിവസം മുമ്പ് വരെ. ഇപ്പോൾ എവിടെയൊക്കെ പീഡനം ഇല്ലേ? ഞാൻ ചോദിക്കുകയാണ് എൻ്റെ സുഹൃത്തുക്കളോട്. ഇതൊക്കെ അജണ്ടയാണ്. ആ അജണ്ട അവർ നല്ല പോലെ അവിടെ പ്രയോഗിച്ചിട്ടാണ് ഇപ്പോൾ ഇത്രയെങ്കിലും ഭൂരിപക്ഷം കൊണ്ടുവന്ന് എത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നാണ് എൻ്റെ രാഷ്ട്രീയ വിലയിരുത്തൽ. തീർച്ചയായും ശ്രീ പത്മകുമാർ, അതായത് ഗൗരവമായി പരിശോധിക്കണോ കുഞ്ഞാലിക്കുട്ടിയുടെ ഭൂരിപക്ഷം കുറയുന്നത്? ഗൗരവമായി പരിശോധിക്കണമോ? 1,69,000 കുറഞ്ഞത് ഒരുപക്ഷെ പരിശോധിക്കണമോ? അതിലേക്ക് താങ്കൾ എത്തൂ. അല്ലെ, സറസ് പറഞ്ഞത് വളരെ ഗൗരവമായിട്ടുള്ള, അറിയാതെ പറഞ്ഞു പോയതാണ്. മുസ്ലിം സ്ത്രീകൾക്ക് വീട്ടിൽ പൈസ കൊണ്ട് കൊടുത്ത്, അതാണ് മലപ്പുറത്ത് മുസ്ലിം സ്ത്രീകൾക്ക് മാത്രമേ ഉള്ളൂ. അല്ല, മുസ്ലിം സ്ത്രീകൾക്ക് മാത്രമേ ഉള്ളൂ. അല്ലല്ല, മുസ്ലിം സ്ത്രീകൾക്ക് മാത്രമേ ഉള്ളൂ. ക്ഷേമനിധി എല്ലാവർക്കും ഉണ്ടല്ലോ. അങ്ങനെ പറയണമായിരുന്നു. ജനങ്ങൾക്ക്, വനിതകൾക്ക്, ആളുകൾക്ക് ഞങ്ങൾ വീട്ടിൽ പൈസ കൊണ്ട് കൊടുത്തു എന്ന് പറയുന്നതിന് പകരം മുസ്ലിം സ്ത്രീകൾക്ക് വീട്ടിൽ പൈസ കൊണ്ട് കൊടുത്തു എന്ന് പറഞ്ഞ ഇതേ നയം തന്നെയാണ് CPM മലപ്പുറത്ത് നടത്തിയത്. അല്ല, ഞാൻ പറയട്ടെ, ഈ CPMന്റെ ഈ കഴിഞ്ഞ 10 മാസക്കാലത്തെ ജനക്ഷേമകരമായി ജനങ്ങൾക്ക് എടുത്തു കാണിക്കാൻ, അഭിമാനത്തോട് പറയാൻ എന്ത് പ്രശ്നമാണുള്ളത്? ഒരെണ്ണം പറയട്ടെ. ഞങ്ങളുടെ ഈ ഗവൺമെന്റിൻ്റെതായ ഒരു പദ്ധതി ഞങ്ങൾ നടപ്പിലാക്കി. സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കുന്ന പദ്ധതികളെ പേര് മാറ്റി നടത്തുന്നുണ്ട്. നടത്തിക്കോട്ടെ, ഒരു ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്രവും സംസ്ഥാനവും ഒക്കെ നടപ്പിലാക്കും. ഞങ്ങളുടേതായ ഒരു പദ്ധതി, ജനങ്ങൾക്ക് ഗുണകരമായ ഒരു പദ്ധതി, ഇവിടുത്തെ ദാരിദ്ര്യം നിർമ്മാണം ചെയ്യാൻ, അല്ലെങ്കിൽ വ്യവസായം വർദ്ധിപ്പിക്കാൻ, ആരോഗ്യ മേഖല പരിപോഷിപ്പിക്കാൻ, അല്ലെങ്കിൽ റോഡ് നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഞങ്ങളുടേതായ ഏതെങ്കിലും ഒരു പദ്ധതി പറയാൻ പറ്റും. പിന്നെ എന്താണ് കുറേ ഉപദേശികളെ വെച്ചു എന്നുള്ളതാണ്. കുറേ ആളുകളെ ഒരാളിനെ, ബുദ്ധിയില്ലാത്ത ഒരാളിനെ ഉപദേശം കൊടുത്ത് ബുദ്ധിയാക്കുന്നതിനേക്കാൾ ബുദ്ധിയുള്ള ഒരാളിനെ വയ്ക്കുന്നതല്ലേ നല്ലത്? അല്ലെങ്കിൽ ചിന്തിക്കാൻ കഴിയുന്ന ആളിനെ വയ്ക്കുക. ഇത് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ ഭരണം ഞങ്ങളുടെ വിലയിരുത്തലാണ് എന്ന് പറഞ്ഞിട്ട് പോലും അത് അവസാനം മാറ്റി പറയേണ്ടി വന്നത്. ഒന്നും മാറ്റി പറഞ്ഞിട്ടില്ല. അതാണ് ശ്രീ ജ്യോതികുമാർ ചാമക്കാല. അതായത് കുഞ്ഞാലിക്കുട്ടിയുടെ ഭൂരിപക്ഷം എന്തുകൊണ്ട് കുറഞ്ഞു എന്ന ശ്രീ ജ്യോതികുമാർ ചാമക്കാല, കുഞ്ഞാലിക്കുട്ടിയുടെ ഭൂരിപക്ഷം എന്തുകൊണ്ട് കുറഞ്ഞു എന്ന് BJP നേതാവിനോട് ചോദിക്കുമ്പോൾ BJP നേതാവിന് പറയാനുള്ളത് CPIM വിമർശനമാണ്. ഒരുപക്ഷെ അത് ഈ ഘട്ടത്തിൽ ശരിയാണ്. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചത് MP ആകാതെ ഒന്നും പോകില്ല കുഞ്ഞാലിക്കുട്ടി. എങ്കിൽ പോലും ഭൂരിപക്ഷം കുഞ്ഞാലിക്കുട്ടിയെ പോലെ പ്രതീക്ഷ നൽകുന്ന ഒരു വ്യക്തിക്ക് അഹമ്മദിനോളം ഭൂരിപക്ഷം ഉണ്ടായില്ല മലപ്പുറം മണ്ഡലത്തിൽ എന്നുള്ളത് പ്രസക്തമാണ്. ശ്രീ ചാമക്കാല, നിങ്ങളുടെ ഈ അവതരണമൊക്കെ കേട്ടാൽ തോന്നും UDF ഏതാണ്ട് വലിയ പരാജയവും നാളെ മുതൽ കുഞ്ഞാലിക്കുട്ടി രാഷ്ട്രീയത്തിൽ നിന്ന് അപ്രസക്തനാവുന്നതാണ്. ഇത് കാര്യങ്ങളെ വസ്തുതാപരമായി വിലയിരുത്തണം. അഹമ്മദിനെക്കാളും പ്രമുഖനല്ലേ കുഞ്ഞാലിക്കുട്ടി? രാഷ്ട്രീയ സാഹചര്യം പരിശോധിക്കണം. ഞാൻ തിരിച്ചൊന്ന് ചോദിക്കട്ടെ, 10 മാസത്തെ ഭരണം അത് അങ്ങ് സംഭവിച്ചല്ലോ. ഞാനൊന്ന് ചോദിച്ചു, മുഴുവൻ പീഡനം, അതാണല്ലോ ഇവിടെ മുഴുവൻ വിലക്കയറ്റം, എന്നിട്ട് ഞങ്ങൾ എവിടെ പോയി? എന്നാ അങ്ങ് സംസാരിക്കുക. ഇത് കേട്ടാ തോന്നുന്നത് ഇതിപ്പോൾ ഞങ്ങൾ തോറ്റിട്ട് ഞങ്ങളെ വിമർശിക്കുന്ന പോലെയാണ് സംസാരിക്കുന്നത്. ഇവിടെ ചുമ്മാ ഇരിക്കുക സാറേ. തോൽക്കാൻ സമ്മതിക്കാതെയും എന്നിട്ട് ഏത്തവിട്, ജനങ്ങളുടെ മുമ്പിൽ പോയി ഏത്തവിട്. അതാണ് ആദ്യം ചെയ്യേണ്ടത്. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ചോദിക്കുന്നു 1,94,000 കുറിച്ച് ചോദിക്കുന്നു. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 1,18,000 താഴെയാണോ ഈ വോട്ട്? അതുകൂടെ പറയാത്ത എന്താ?
അല്ലല്ലോ. കഴിഞ്ഞ പ്രാവശ്യം ഏത് കണക്കെടുത്താലും കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാൾ വോട്ട് കൂടുതൽ കിട്ടിയിട്ടില്ലേ? അങ്ങനെ നോക്കിയാലും കിട്ടിയിട്ടില്ലേ? അപ്പോൾ ഇവിടെ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ പ്രാവശ്യം സ്ഥാനാർത്ഥി ഞങ്ങൾ വളരെ അസന്നിഗ്ധമായി പറയുന്നു, പി കെ സൈനബയെ കുറിച്ചുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഒരു വനിതാ സ്ഥാനാർത്ഥി എന്ന നിലയിൽ CPM-ൽ അറിയപ്പെടാത്ത ഒരു നേതാവ് എന്ന നിലയിൽ അവിടെ ഒന്ന് മത്സരിച്ചുകൊണ്ടായ പക്ഷേ അങ്ങനെയാണ് തിരിച്ചൊറ്റ കാര്യം ചോദിക്കട്ടെ, 2004 നിങ്ങൾ ജയിച്ച സീറ്റല്ലേ ഇത് CPM? 2004 അട്ടിമറി വിജയം അങ്ങനെ 13 വർഷമായിട്ടുള്ളൂ. 2 തെരഞ്ഞെടുപ്പിൽ ആയിക്കോട്ടെ അവിടെ വരുമ്പോൾ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഉണ്ടാവും, ഇവിടെ വരുമ്പോൾ തെരഞ്ഞെടുപ്പിൽ എന്നൊന്നും പറയരുത്. പറയാൻ പറ്റില്ല, നിങ്ങളോട് പറഞ്ഞു. അതെ, 2004 സംബന്ധിച്ച് ശ്രീ ഇ അഹമ്മദ് കഴിഞ്ഞ 2 ടൈം ജയിച്ചെങ്കിൽ അതിന് തൊട്ട് മുമ്പുള്ള 2004 അവിടെ ജയിച്ചത് ശ്രീ ടി കെ ഹംസയാണ്. അപ്പോൾ അവിടെ CPM-ന് സ്വാധീനം ശ്രീ എം വി ഗോവിന്ദൻ മാഷൊക്കെ പറഞ്ഞു ഞങ്ങൾക്ക് യാതൊരു സ്വാധീനമില്ല. നിങ്ങൾക്ക് സ്വാധീനമായിട്ടാണോ നിങ്ങൾ MB ഫൈസലിനെയും സൈനബയോളം മാത്രമേ കരുത്തുള്ളൂ എന്നായിരുന്നു ഇലക്ഷൻ നിങ്ങൾ പറഞ്ഞു? അല്ല, ഞാൻ പറഞ്ഞുതരാം. എന്തുകൊണ്ടാണ് നിങ്ങൾ ടി കെ ഹംസയെ സ്ഥാനാർത്ഥിയാക്കുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾ പി കെ സൈനബയേക്കാൾ MB ഫൈസലിനെ തെരഞ്ഞെടുത്തത്? എന്തുകൊണ്ടാണ് നിങ്ങൾ മുഹമ്മദ് റിയാസിനെ പോലും മാറ്റി നിർത്തിയിട്ട് MB ഫൈസലിനെ സ്ഥാനാർത്ഥിയാക്കിയത്? അപ്പോൾ ഇപ്പോൾ അവതരിപ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥാനാർത്ഥി എന്ന നിലയിലാണ് നിങ്ങൾ അവതരിപ്പിച്ചത്. അല്ലെങ്കിൽ അല്ലെന്ന് ഇപ്പോൾ പറയണം, ഗോവിന്ദ മാഷോട് ഉണ്ടല്ലോ, അല്ലെന്ന് പറയണം, ഞങ്ങളെക്കാൾ ഇതിനേക്കാൾ നല്ല സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞല്ലോ. അപ്പോൾ നിർത്താവുന്നതിൽ ഏറ്റവും നല്ല സ്ഥാനാർത്ഥി നിങ്ങൾ നിർത്തി, ശരി, സമ്മതിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് ഉണ്ടായ സ്ഥാനാർത്ഥി നിർണ്ണയത്തിലുള്ള പാളിച്ചുണ്ടായിട്ടുണ്ട്, അതിനെ സംബന്ധിച്ച് പിന്നീട് ചർച്ചകൾ നടന്നിട്ടുണ്ട്, പാർട്ടി തീരുമാനം എടുത്തിട്ടുണ്ട്, അതവിടെ നിൽക്കട്ടെ. ഇവിടെ ഇത്രയും നല്ല ഭൂരിപക്ഷത്തിൽ UDF ജയിക്കുമ്പോൾ അതിന്റെ വസ്തുതകൾ മനസ്സിലാക്കിക്കൊണ്ട് മണ്ഡലം ഇതായതുകൊണ്ടാണ്, കുഞ്ഞാലിക്കുട്ടി ആയതുകൊണ്ടാണ്. മണ്ഡലം ഇതാവുമ്പോൾ 1,70,000 വോട്ടെന്ന് വെച്ചാൽ കേരളത്തിൽ ചരിത്രമല്ലേ ഇത്? അതാ ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ LDF-ന്റെ സ്ഥാനാർത്ഥി നിർണ്ണയം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ 1. 2, ഇപ്പൊ BJP-ക്ക് കിട്ടേണ്ടിയിരുന്ന വോട്ടുകൾ കൂടി CPM-ന് കിട്ടിയിരിക്കുന്നു ഇവിടെ. അതായത് LDF 1 ലക്ഷം വോട്ടും UDF 75,000 വോട്ടുമാണ് കഴിഞ്ഞതിൽ നിന്ന് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്, ഇവിടെ BJP ഉൾപ്പെടെ അവിടെയാണ് കൃത്യമായി നിങ്ങൾ കാണേണ്ടത്. BJP ഉൾപ്പെടെ BJP-ക്ക് സ്വാഭാവികമായും CPM ആണോ ശത്രു അതോ ലീഗാണോ എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും ലീഗ് തന്നെയാണ് ശത്രു. ശ്രീ AK ബാലൻ, ജ്യോതികുമാർ ചാമക്കാലയെ പോലുള്ള കോൺഗ്രസ്സുകാർ പറയുന്നത് ഈ 1,71,000 എന്നത് വലിയ ഭൂരിപക്ഷമാണ് എന്ന്. 194 എന്ന ഇ അഹമ്മദിന്റെ ഭൂരിപക്ഷത്തെ എന്തുകൊണ്ട് മറികടക്കാനായില്ല എന്ന ചോദ്യത്തിന് അവർ പറയുന്നത് ഇതാണ്: സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലാകും, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ ഭരണത്തിന്റെ കൂടി തിരിച്ചടിയാണ് ഇത് എന്ന് വാദിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു ഭൂരിപക്ഷം കുറഞ്ഞതിനെ പറ്റി കോൺഗ്രസിന്റെ പ്രതികരണം ഈ രീതിയിലെത്തുന്നത്. എങ്ങനെ കാണണം മലപ്പുറം തെരഞ്ഞെടുപ്പിനെ ഈ ഘട്ടത്തിൽ ശ്രീ AK ബാലൻ? നിങ്ങൾ കൈരളി കൂടി കാണാത്ത ഒരു കാര്യം ഞാൻ പറയാം. 1,94,000 വോട്ടല്ല, SDPI-യുടെയും വെൽഫെയർ പാർട്ടിയുടെയും 70,000 വോട്ടുണ്ട്. അവർക്ക് സ്ഥാനാർത്ഥിയില്ല. ഈ 47-29 ശരിയാണ്. ഈ വോട്ട് കൂടി കൂട്ടിയാൽ 2,70,000 വോട്ടിന് ജയിക്കേണ്ടതാണ്. ആദ്യം അത് മനസ്സിലാക്കുക. 2,70,000 വോട്ടിന് ജയിക്കേണ്ടുന്ന സ്ഥാനത്ത് ഏതാണ്ട് 1 ലക്ഷത്തോളം വോട്ട് അവർക്ക് കുറഞ്ഞു. അതാണ് ഇതിൻ്റെ അകത്തുള്ള വസ്തുത. നമ്പർ 1. നമ്പർ 2, ഈ തെരഞ്ഞെടുപ്പിൽ ഗുരുതരമായിട്ടുള്ള രാഷ്ട്രീയ പ്രത്യാഘാതം ഉണ്ടാകാൻ പോവാണ്. ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി ലോകസഭയിൽ എത്തിയാൽ RSS-നോ BJP-ക്കോ സംഘപരിവാറിനോ എതിരായി ഒരക്ഷരം പറയാൻ പറ്റില്ല. കാരണം BJP-ക്കാർ ചോദിക്കും, ആരുടെ വോട്ടോട് കൂടിയിട്ടാണ് ഇവിടെ വന്നത്? ഏത് കക്ഷികളുടെ വോട്ടാണ് നിങ്ങൾ പിടിച്ചത്? നിങ്ങൾ ഹിന്ദുത്വക്ക് എതിരായി, BJP-ക്കെതിരായി, RSS-നെതിരായി പറയുമ്പോൾ മുസ്ലിം ലീഗിന്റെ തണല് പറ്റി മുസ്ലിം നേതൃത്വം എന്തുകൊണ്ട് ഈ വർഗീയ ശക്തികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ചു? സാധാരണ നിലയിൽ നമുക്കൊക്കെ അറിയാം, ബാബരി മസ്ജിദ് പ്രശ്നത്തിന് ശേഷം ഒരു മതനിരപേക്ഷ ആശയം ശക്തമായി ഉയർത്തിയിട്ടുള്ള മുസ്ലിം ലീഗിന്റെ നേതൃത്വം അവിടെ നിന്ന് പിന്നോട്ട് പോയി എന്ന് മാത്രമല്ല, ഇവരുടെ കൂടി സഹായമുണ്ടെങ്കിൽ മാത്രമേ ജയിക്കാൻ പറ്റൂ എന്ന തരത്തിലേക്ക് എങ്ങനെ താണുപോയി എന്നുള്ളതിന് ഉത്തരം പറയേണ്ടി വരും. അതാണ് ശ്രീ ബാലൻ താങ്കൾ പറഞ്ഞത്. അടിവരയിട്ട് ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. അതായത് 7 മണ്ഡലത്തിലെയും എണ്ണൽ പൂർത്തിയായിരിക്കുന്നു. അതായത് കൊണ്ടോട്ടി, മഞ്ചേരി, പെരിന്തൽമണ്ണ, മങ്കട, മലപ്പുറം, വേങ്ങര, വള്ളിക്കുന്ന് അടക്കം 7 മണ്ഡലത്തിലെയും വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ കുഞ്ഞാലിക്കുട്ടിയുടെ ഭൂരിപക്ഷം 1,71,038 ആണ്. അങ്ങനെയാണെങ്കിൽ BJP-യുടെ കഴിഞ്ഞ തവണത്തെ വോട്ടിനേക്കാളും കേവലം 1000 വോട്ട് മാത്രമേ കൂടിയിട്ടുള്ളൂ. ആ യുക്തിയാണോ കുഞ്ഞാലിക്കുട്ടിയെ സംബന്ധിച്ച് താങ്കൾ ഉന്നയിച്ചത്? ഞാൻ പറഞ്ഞല്ലോ, 1 ലക്ഷം വോട്ട് കുറഞ്ഞു ഇവർക്ക്. 1 ലക്ഷം വോട്ട് കുറഞ്ഞു എന്ന് മാത്രമല്ല, BJP-യുടെ ഒരു വിഭാഗം സാധാരണ നിലയിൽ വോട്ട് വെക്കുന്ന ഒരു വിഭാഗമുണ്ട്. ഞാൻ അതിനെ സംബന്ധിച്ചിട്ട് ഇപ്പൊ പറയുന്നില്ല. പക്ഷെ
ലീഗിന് കിട്ടേണ്ടുന്ന UDF-ന് കിട്ടേണ്ടുന്ന 1 ലക്ഷത്തോളം വോട്ട് കുറഞ്ഞിരിക്കുന്നു എന്നുള്ളത് അവിടെ മതനിരപേക്ഷമായി ചിന്തിക്കുന്ന മുസ്ലിം വിഭാഗത്തിൽ ഒരു വിഭാഗം ഇടതുപക്ഷത്തിന് അനുകൂലമായി വോട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഈ പ്രവണതയാണ് തുടരാൻ പോകുന്നതെങ്കിൽ മലപ്പുറം ജില്ലയിൽ ലീഗ് നേരിടാൻ പോകുന്ന അതീവ ഗുരുതരമായ ഒരു പ്രതിസന്ധിയിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ലീഗിന്റെ നേതൃത്വം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഈ രൂപത്തിലുള്ള രാഷ്ട്രീയ സമീപനമാണ് ഇവർ സ്വീകരിക്കുന്നതെങ്കിൽ ഞങ്ങൾ ഒരു മതനിരപേക്ഷ പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്നത് ഇനി പറയാൻ പറ്റില്ല അവർക്ക്. തീർച്ചയായും AK ബാലൻ വളരെ നന്ദി. ഈ ഘട്ടത്തിൽ ഞങ്ങളോട് ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഈ രീതിയിലാണ് LDF-ന്റെ അല്ലെങ്കിൽ CPIM-ന്റെ ഒക്കെ വിലയിരുത്തൽ. വളരെ ഷാർപ്പാണ്, ആവർത്തിക്കേണ്ടതില്ല. AK ബാലൻ പറഞ്ഞത് താങ്കൾ കേട്ടു. ശ്രീ AK ബാലനെ പോലെ മുതിർന്ന ഒരു മന്ത്രി കേരളത്തിലെ രാഷ്ട്രീയത്തെ ഇങ്ങനെ ബാലിശമായി വിലയിരുത്തുന്നത് ഇനിയും ഈ പാർട്ടി ഇതുകൊണ്ടൊന്നും പഠിക്കുന്നില്ല എന്നുള്ളതിന് തെളിവ് മാത്രമാണ്. കാരണം അദ്ദേഹം അങ്ങ് തീർത്ത് പറയുക BJP-യുടെ വോട്ടോടെ മേടിച്ചിട്ടാണ് ലീഗ് അവിടെ ജയിച്ചതെന്നൊക്കെ ഒരു മന്ത്രി, അതും സീനിയർ മന്ത്രി. അദ്ദേഹത്തിന് പിണറായി വിജയനോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഉണ്ടെന്നാണ് കേട്ടുകഴിഞ്ഞു, ഏതായാലും അതായിക്കോട്ടെ. പക്ഷേ ഇവിടെ ഇത്തരത്തിൽ ബാലിശമായ അവകാശവാദവുമായി ഇനി വന്നിട്ട് എന്താ കാര്യം? 1,71,000 വോട്ടിന് ജയിച്ചപ്പോൾ അത് മറ്റവരുടെ വോട്ട് കൊണ്ടാണ്, മറിച്ചവരുടെ വോട്ട് കൊണ്ടാണ്. ഞങ്ങളുടെ വോട്ട് കൂടിയില്ലേ നിങ്ങൾ പറയുക? ഞങ്ങൾക്ക് കിട്ടിയ വോട്ടുകളുടെ കാര്യത്തിൽ കൂടി. ഇപ്പോൾ ശ്രീ AK ബാലൻ ഉൾപ്പെടെ മന്ത്രിയാവാൻ നടന്ന തെരഞ്ഞെടുപ്പിനേക്കാൾ ഇല്ല ഞാൻ പറയാം. മാത്രമല്ല 82,000 വോട്ട് കൂടിയിട്ടുണ്ട്. ഞങ്ങളുടെ വോട്ട് അപ്പോൾ കൂടിയിട്ടുണ്ട്, LDF-നെ കൂടിയിട്ടുണ്ട്, ഇല്ലാതെ ഞാൻ പറയുന്നില്ല. അപ്പോൾ അവിടെ അപ്പോൾ രണ്ടുപേർക്കും കിട്ടിയിട്ടുണ്ട്. BJP-ക്കാണ് വോട്ട് കിട്ടാത്തത്. അപ്പോൾ BJP-ക്ക് അവിടെ ആനുപാതികമായി കിട്ടേണ്ടിയിരുന്ന വോട്ട് ഉൾപ്പെടെ LDF മറിച്ചുകൊണ്ട് പോയിട്ടാണ് LDF-ഉം BJP-യും തമ്മിൽ. കാരണം അവിടെ ലീഗിനെ ശക്തി കുറയ്ക്കുക എന്നുള്ളത് BJP-യുടെ LDF-നോടൊപ്പം തന്നെ BJP-യുടെ ആവശ്യമായിരുന്നു. അപ്പോൾ അവിടെ BJP-യും LDF ഒന്നിച്ചു നിന്നു എന്ന് പറഞ്ഞാൽ ശ്രീ AK ബാലൻ നിഷേധിക്കുമോ? ഇവിടെ കൃത്യമല്ലേ കാര്യങ്ങൾ? ഞങ്ങൾക്ക് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഈ 7 നിയോജകമണ്ഡലത്തിൽ ചേർന്ന് 1,18,000 വോട്ടുണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ 60,000-70,000 വോട്ട് കൂടി 1,71,000 വോട്ടായി. ഞങ്ങൾക്ക് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാൾ ഏകദേശം 1,00,000-അടുത്ത് വോട്ട് കൂടുതൽ കിട്ടി. LDF-നും കുറച്ച് കൂടുതൽ വോട്ട് കിട്ടിയിട്ടുണ്ട്. വസ്തുതകൾ ശരിയാണ്. പക്ഷേ ഇതിപ്പോൾ വാദി പ്രതിയാവുന്ന രീതിയിലാണ് ശ്രീ AK ബാലനെ പോലുള്ള മുതിർന്ന നേതാക്കളൊക്കെ സംസാരിക്കുന്നത്. ഇത്രയും ബാലിശമായി കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തെ വിലയിരുത്തുന്ന അങ്ങയെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. തീർച്ചയായും ശ്രീ ഗോവിന്ദൻ മാസ്റ്റർ അങ്ങനെയാണ്. അദ്ദേഹത്തിന് അത്ഭുതം, ശ്രീ ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് അത്ഭുതം. 1,71,000 വോട്ടിന് ജയിച്ചിട്ടും പിന്നെയും ഞങ്ങൾ എന്തിന് പഴി കേൾക്കണമെന്ന്. അതിനൊരു മറുപടി. ഒപ്പം ലീഗിൻ്റെ ഇവിടുത്തെ വിജയം ഒരുപക്ഷെ BJP-യുടെ വോട്ട് ഷെയർ കുറഞ്ഞു കാണുന്നു. 64,000 സംതിങ് വോട്ടുണ്ടായിരുന്നിടത്ത് വെറും 65,000 വോട്ട് മാത്രമേ, ഏതാണ്ട് 1,000-ഓ 2,000-ഓ വോട്ട് മാത്രമേ ആ ഘട്ടത്തിൽ കൂടുതലായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്ന് BJP-ക്ക് നേടാനായിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ BJP UDF-നെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ, AK ബാലൻ പറഞ്ഞ ആ ആരോപണത്തെ ശരിവെക്കുകയാണെങ്കിൽ ഒരുപക്ഷെ മലപ്പുറത്തിൻ്റെ ഈ വിജയം മറ്റു മണ്ഡലങ്ങളിൽ തങ്ങൾക്കനുകൂലമായി ഉപയോഗിക്കാനാകുമെന്ന് BJP കാണുന്നു. അങ്ങനെയാണെങ്കിൽ ഈ വിജയത്തിന് അത്തരത്തിലൊരു അപകടം കൂടി ഉണ്ടോ? നിരീക്ഷിക്കാമോ അങ്ങനെ ശ്രീ ഗോവിന്ദൻ മാസ്റ്റർ?